ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. കൊടൈക്കനാലിൽ പുല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഈ സ്ഥലം. ഇതിൻ്റെ ഓണർ മലയാളി തന്നെയാണ്. യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം. അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അപ്പുറത്ത് അത്ര വലിയ ആംബിയൻസ് ഇല്ലാത്തൊരു സ്റ്റേ ഉണ്ട്. പക്ഷേ റൂം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല റൂമാണ്. അതിവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതാ കണ്ടോ അവിടെ ആ കാണുന്ന സ്ഥലം കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. നല്ലൊരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന വീട് കണ്ട, അത് ഇവിടുത്തെ ഇതിൻ്റെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ്. അവരുടെ കിച്ചൺ അതൊക്കെയാണത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ മരം കണ്ട, ആ മരത്തിൻ്റെ അവിടെയാണ് നേരത്തെ കാണിച്ച വീടൊക്കെ ഉള്ളത്. പിന്നെ ഈ വീടും ബാക്കിൽ കാണുന്നത് നല്ല വീടാണ്. പക്ഷേ ആംബിയൻസ് അത്ര ഇല്ല എന്നുള്ളൂ, കുഴപ്പമില്ല, കൊള്ളാം. ശരിക്കും നൈറ്റിൽ കുറച്ചും കൂടി രസമായിരിക്കും. കുറച്ചുകൂടി നല്ല ആംബിയൻസ് ഉണ്ടാവും ഇവിടെയൊക്കെ. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒരു ചെറിയൊരു തണുപ്പുണ്ട്, സഹിക്കാവുന്ന തണുപ്പാണ്, വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ. റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ള മനവന്നൂർ ലേക്ക് കാണാൻ ഇറങ്ങി ഞങ്ങൾ. ലേക്ക് മാത്രമായിട്ടാണ് കാണേണ്ടതെങ്കിൽ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ് ഉള്ളത്. ഞങ്ങളിവിടെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഷീപ്പ് ആൻഡ് റാബിറ്റ് ഫാമുണ്ട്. അവിടെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്ത് കയറി നമുക്ക് ഈ ലേക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, പിന്നെ ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. പിന്നെ പുൽത്തകടിലിരുന്ന് ഈ കാഴ്ചകൾ കാണാൻ തന്നെ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ഇവിടെ ഒരു കുതിര സഫാരിക്കുള്ള ഓപ്ഷനുണ്ട്. ഇവിടുത്തെ പല സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ നിരാശരാകുന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് വൃത്തിയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. പല ഹോട്ടലുകളും വൃത്തിയുടെ കാര്യത്തിൽ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലാണ്. നമ്മളത് നോക്കിയിട്ട് വേണം പല ഹോട്ടലിലേക്കും കയറാനായിട്ട്. പിന്നെ വഴിയിലൊക്കെ നിറയെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഡസ്റ്റ്ബിന്നിൻ്റെ അഭാവങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇഷ്യൂസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഈ കാര്യത്തിലും കൂടി ഒന്ന് ഇവിടേക്ക് വരുന്ന ജനങ്ങളും ഇവിടുത്തെ ലോക്കൽസും ഗവൺമെൻറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നി. ഇവിടെ പച്ചക്കറികൾ, പലചരക്കുകളൊക്കെ കൂടുതലും ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ ഗ്രാമം. കിലാവരൈ, ക്ലാവരൈ, അങ്ങനെ പല രീതിയിലൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് മൂന്നാറാണ്. പക്ഷെ ആ വഴി ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. അത് മാപ്പൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് അട്രാക്ഷനൊന്നും ഇല്ല. ഞങ്ങൾ ചുമ്മാ ഈ വഴിക്കൊന്ന് വന്നതാണ്. ഇതാണ് കൂക്കൽ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് നമ്മൾ വന്നിറങ്ങേണ്ട സ്ഥലം കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെൻറ്റർ. ഇവിടെ ചെറിയൊരു കടയുണ്ട്, ചായ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടുന്ന് ഇറങ്ങി ഇത് ഈ കാണുന്ന വഴി കൂടെയാണ് നടക്കേണ്ടത്. ഓക്കെ, ഈ നടക്കുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ ബുക്ക് ചെയ്യാം. ആണോ കൂക്കൽ ബ്ലിസ് പുതിയതൊക്കെ വരുന്നുണ്ട്. നോക്കി കഴിഞ്ഞാൽ കാണാം ഈ വഴികളിലൊക്കെ ഇങ്ങനെ ഒക്കെ സ്റ്റേകളാണ്. നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ കൂക്കൽ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല രസമാണ്. നല്ലൊരു വാലി വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ വഴിക്കോട്ടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുറേ വീഡിയോയിലൊക്കെ കണ്ട മഡ് ഹൗസ് കേട്ടോ. അടിപൊളിയല്ലേ? ഇവിടെ നല്ല ആംബിയൻസ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. ഈ പുറകിൽ കാണുന്ന സ്ഥലത്ത് സ്റ്റേ കിട്ടില്ല. നിങ്ങൾക്ക് സ്റ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണ്ട ഇവിടെ സ്റ്റേ കിട്ടും. ഇവിടെ സ്റ്റേ കിട്ടും, അവിടെ സ്റ്റേ കിട്ടും. അധികം റേറ്റ് ഒന്നുമില്ല. ഇപ്പോഴത്തെ റേറ്റ് 1000 rupees വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. പിന്നെ മേ ബി ചേഞ്ച് ആകുമായിരിക്കും. റേറ്റും കാര്യങ്ങളൊക്കെ സീസണിലൊക്കെ മാറുമെന്നറിയില്ല. അപ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. നല്ല സ്ഥലം, അടിപൊളി. ഇവിടെ വന്നിട്ട് ഒരു വർത്തായിട്ടുള്ള സ്ഥലം എന്ന് തോന്നിയിട്ടുള്ളതാണ് ഈ കൂക്കലിൻ്റെ ഈ വ്യൂ പോയിൻ്റ്, ഈ സ്റ്റേ ഒക്കെ ഉള്ള ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പൂണ്ടി ആയിക്കോട്ടെ, പൂണ്ടി ആ ഒരു ഏരിയ, മനവഞ്ചോല കുഴപ്പമില്ല, ആ ഒരു അഗ്രി ഫാം അതൊക്കെ കൊള്ളാം. ആ എൻട്രി ഫീസ് ഉണ്ട്. ഇപ്പോൾ അത് 50 രൂപയാണ് ഫീസ്. അത് നല്ല ചെമ്മരിയാടിൻ്റെ ഫാമും കാര്യങ്ങളും പലതരം റാബിറ്റൊക്കെ ഉള്ളൊരു ഫാമൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ വെറുത്താണ്. ഇത് കുഴപ്പമില്ല. ഈ കൂക്കൽ ഇത് കൊള്ളാം. ഇവിടെ തന്നെ സ്റ്റേ ഉണ്ട്. നല്ലൊരു 1000 രൂപ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഇത് പറഞ്ഞാൽ വണ്ടി അവിടെ നേരത്തെ കാണിച്ച സെൻറ്ററിൽ നിർത്തിയിട്ട് വേണം നമ്മൾ നടന്നിട്ട് ഇങ്ങോട്ട് വരാം. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. ഓക്കെ. ഇതെന്താ റെഡ് കറണ്ടാ? ഗുഡ് മോർണിംഗ്. നമ്മൾ കൊടൈക്കനാലൊരു ട്രിപ്പ് വന്നതാണ്. ഞങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് പൂണ്ടി കൂക്കലാണ്. എല്ലാവരും സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയണ പൂണ്ടിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ഒരു വൈബ് തരാനായിട്ട് പറ്റിയില്ല. ഞങ്ങളുടെ സ്റ്റേയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒന്നും വിചാരിച്ച അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ കൂക്കൽ അടിപൊളി വൈബാണ്. ഈ ഒരു ടൈമിലും ഇവിടെ മഡ് ഹൗസിൻ്റെ അവിടെയൊക്കെ വന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത്. കാണാനും നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം പ്രതീക്ഷിച്ച അത്രയും ഇത് വിചാരിച്ചിട്ട് പൂണ്ടി വന്നിട്ട് കാര്യമില്ല. പക്ഷെ കൂക്കൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടോടേക്ക് എത്തി. ഇവിടെ കാറുണ്ട്, ഇവിടെ ഉണ്ടാ പച്ചക്കറിയൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പൂണ്ടി ഭാഗത്ത് വെച്ച് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇങ്ങനെയൊക്കെ കേട്ടോ. ഇതൊക്കെ നല്ലൊരു ഗ്രാമീണ പഴയ നമ്മൾ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കാണാറില്ലേ, ആ ഒരു ഓർമ്മകളൊക്കെ പണ്ടൊക്കെ തമിഴ്നാട്ട് ആ ഒരു സെറ്റപ്പ് കൊള്ളാല്ലേ. ഇതാണ് കൂക്കൽ ലേക്ക് കേട്ടോ. എന്നാലും ചുമ്മാ അങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. അതുകൊണ്ട് ചുമ്മാ ഇറങ്ങാം.
പക്ഷെ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സിവിക് സെൻസിൻ്റെ ഇഷ്യൂസ് കണ്ടോ. പെപ്സിയുടെ കാൻ, വാട്ടർ ബോട്ടിലിൻ്റെ ഇതുകൾ, പിന്നെ ഒരു ജ്യൂസിൻ്റെ പാക്കറ്റുകൾ, ലൈസ്, എന്തൊക്കെയാ ഇത്രയും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാണ്ട് കൊണ്ട് ഇട്ടേക്കാണ്. കുറച്ച് കടകളൊക്കെ ഇങ്ങനെ തുറന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ ഇവിടെ അങ്ങനെ ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ. സീസൺ ടൈമിലൊക്കെ ഈ കടകളൊക്കെ തുറക്കും. പിന്നെ ഹോട്ടലിലെ അവിടെ സ്റ്റേ ചെയ്തല്ലേ. കണ്ടോ വേസ്റ്റ് കണ്ടോ, നിറയെ വേസ്റ്റാണ്. ഇവിടുത്തെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഈ വേസ്റ്റ് ഇടാനായിട്ടുള്ളൊരു വേസ്റ്റ് ബിൻ സംവിധാനമൊന്നും ഇല്ല. വേസ്റ്റ് ബിൻ സംവിധാനം ഉണ്ടായിട്ടും കാര്യമില്ല, അത് കളക്ട് ചെയ്യാനുള്ള സംവിധാനം കൂടി വേണം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ സീനിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഇതിൻ്റെ ഓണറുടെ കാറാണ് കേട്ടോ. ഇത് ഇവിടെ വരുന്ന ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. ശശിയേട്ടൻ ആളിപ്പോൾ സ്ഥലത്തില്ല. പഴയൊരു രാജദൂത്. ഇത് സ്ക്രീനിൽ അടിക്കട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെക്കൗട്ട് ചെയ്ത് റിട്ടേൺ ആയി. ഒല്ലൂര്, പൂമ്പാറ, പൂണ്ടി, മനവന്നൂര്, കൂക്കൽ ഈ തുടങ്ങിയ ഏരിയകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരോട് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ളത് എന്തെന്നാൽ, കോടമഞ്ഞ് കണ്ട് ഒരു സ്ഥലത്തേക്കും പോകാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ആംബിയൻസോട് കൂടിയ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെയുണ്ട്. മാത്രമല്ല നല്ല ദൂരം ഡ്രൈവ് ചെയ്ത് വരാനും ഉണ്ട്. ഈ ഹിൽ ഏരിയയിലേക്ക് ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വരുന്നതിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു നേരം പോക്ക് അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കാണാത്ത സ്ഥലം കാണാൻ വേണ്ടി മാത്രം വരാം, അല്ലാണ്ട് അതിൽ കവിഞ്ഞ ഒന്നുമില്ല എന്ന് പറയുന്നത്. എന്നാൽ ആദ്യമായിട്ട് യാത്ര ചെയ്ത് വരുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. പിന്നെ കൂക്കലാണ് വന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. കൂക്കൽ വ്യൂ പോയിന്റ് അതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൂക്കലിൽ തന്നെ നിരവധി സ്റ്റേ സൗകര്യങ്ങളും ലഭ്യമാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കൂക്കലാണ്. ആ കൂക്കൽ ലേക്ക് കഴിഞ്ഞ് പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് അവിടെ സ്റ്റേ ചെയ്ത് കൂക്കൽ വ്യൂ പോയിൻ്റൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ കൊടൈക്കനാൽ ടൗൺ ഏരിയ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൊടൈക്കനാൽ സൂയിസൈഡ് പോയിൻ്റ് ആണ്. ഇവിടെയും ഒരു മര്യാദയില്ലാതെ ധാരാളം വേസ്റ്റ് വലിച്ചെറിഞ്ഞതായിട്ട് കാണാൻ പറ്റും. കൊടൈക്കനാൽ വളരെ നല്ലൊരു സ്ഥലമാണ്. പല കോസ്റ്റിലുള്ള സ്റ്റേകൾ ഇവിടെ ലഭ്യമാണ്. പ്ലാസ്റ്റിക് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയാൽ സഞ്ചാരികൾക്കും
വരും തലമുറകൾക്കും വലിയൊരു അനുഗ്രഹമായി മാറും. എന്തായാലും കൂക്കലിലെ കാഴ്ചകൾ, അതുപോലെ തന്നെ വരുന്ന വഴിയിലെ പൂമ്പാറയിലെ വീടുകളെ കോടമഞ്ഞ് മായ്ച്ചു കളഞ്ഞ ആ മനോഹരമായ കാഴ്ചകളും ഒരിക്കലും മറക്കില്ല. ഞങ്ങളങ്ങനെ പഴനിയിലെത്തി. രാത്രിയിൽ പഴനിയൊക്കെ ആസ്വദിച്ച് നടന്ന് ജസ്റ്റ് ഒരു വയസ്സ് കഴിഞ്ഞ ലല്ലുമോനെ തല മുണ്ടന നടത്തി നെക്സ്റ്റ് ഡേ കാലത്ത് പഴനി മല കയറി സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ കാണാം. താങ്ക് യു.